ഗിയർ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മള് ഫോറം മാളിന്റെ പാർക്കിംഗ് ഇറങ്ങിയ ഇനി സ്റ്റിയറിംഗ് ഫുൾ ഓടിച്ചു നോക്കുക. സ്റ്റിയറിംഗ് ഫുൾ ഓടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ 100 പറപ്പിക്കായിരുന്നു. പയ്യെ തിരിച്ചാൽ മതി. എനിക്ക് തലറങ്ങും. തലറക്കമുള്ളവരൊന്നും ഫോറം മാളിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, പാർക്കിങ്ങിലോട്ട് ആരും വരില്ല. ബസ്സിൽ വരിക, അല്ലെങ്കിൽ കാർ റോട്ടിലിട്ട് വരിക. ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി ലൂപ്പ്. മറ്റേ ജയന്റ് വീലി പോലെ ഇങ്ങനെ ഇറങ്ങുന്നുള്ള. മണപ്പുറത്തൊക്കെ ഉണ്ടാവണ മറ്റേ ഇതിലടാ മരണക്കമ്പ്. അതന്നെ, മരണക്കമ്പ്. എന്റെ ദൈവമേ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പറ്റുന്നൊരു ഏരിയയാണത്. പക്ഷെ ഫ്രണ്ടിലെ വണ്ടികളുടെ പേരിൽ നമ്മൾക്ക് അതിനോട് പറ്റില്ല, അനുവദിക്കൂല. സൈഡൊക്കെ വണ്ടി ഒരഞ്ഞേക്കണ പാടുകളാണോ അല്ലേ? ആ സൈഡ് മൊത്തം ഒരഞ്ഞേക്കണം, മൊത്തം വണ്ടി ഒരഞ്ഞേക്കണതാണ്. അറിയാൻ പാടാത്തവര് വന്നിട്ട്. എന്റെ ദൈവമേ, നേരെ ചാടിക്കാറും. കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ തല ഇറങ്ങിയോണല്ലേ. ഇത് പിടിച്ചിരിക്കുന്നു അസഹ്യമുണ്ടോ? ഇപ്പോഴും നമ്മൾ നിലത്തെത്തിയിട്ടില്ല. ഇനിയുണ്ട്, ഫ്ലോറുണ്ട്. കേറിയപ്പോൾ ഉള്ള ത്രില്ല് ഇപ്പൊ ഇത്തിരി കുറവാണ്. അതെ, കേറിയ ആ ഒരു ഇതില്ല, ഇറങ്ങുമ്പോ ആ ഒരു ഇതില്ല. എന്നാലും ഉണ്ട്, ചെറുതായിട്ടൊരു തലക്കൊരു ഇതുണ്ട്. സ്റ്റിയറിംഗ് ഇനി ഓടിക്കാൻ പറ്റാനും ഉണ്ടോ? ഇല്ല, അപ്പൊ ഇത് ഓടിച്ചിട്ടില്ല. അയ്യോ, നോ സ്പീഡിങ്. സ്പീഡ് പാടില്ല. എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലെ ചേട്ടൻ ചവിട്ടി. അത് തന്നെ, മറ്റേ ഇത് പറയൂലേ, ഹാഫ് ക്ലച്ച് അറിയാത്തവന്മാരൊന്നും ഇങ്ങോട്ട് വരാൻ നിക്കണ്ട അല്ലേ? ഹാഫ് ക്ലച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. തിരക്കില്ലാത്ത സമയത്തുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ തെറി പറയും. പുറകിലുള്ള വണ്ടിയുടെ ബമ്പർ നന്നാക്കി കൊടുക്കേണ്ടി വരും. നമുക്ക് പുറകിൽ വണ്ടിയുണ്ടോ? ഉണ്ട്. പിന്നെ ബ്ലോക്കാ, ഇവിടെയും ബ്ലോക്കായ. പാർക്കിംഗ് ഫീ. എക്സിറ്റ് ഫൈനലി എക്സിറ്റ് കണ്ടു.